ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നതായ പലരും അതുപോലെ ഈ ലോകത്തിലുള്ളതായ വസ്തുവകൾ അധികമായി സമ്പാദിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. मसीह की नाम लिया हुआ ईसाई लोग स्वर्ग राज्य के बारे में छोड़कर दुनिया के और संसार के आधार पर जीने के लिए उन्होंने सीखता है, सिखाता है. അപ്പോസ്തലനായ പത്രോസ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വരുവാനുള്ളതായ നിത്യ രാജ്യത്തെ കുറിച്ച് അത്രയും. प्रेरित पौलुस ने बुलाहट हमारे लिए दिया है, स्वर्ग राज्य की मिरास बनने के लिए आमंत्रण देता है. ഒരു ഉദാഹരണമായിട്ട് മുടിയനായ പുത്രനെ കുറിച്ച് ചിന്തിക്കാം. एक नमूनाए हामर दिया है बुढ़ापे वाला पुत्र के बारे में अब पाया जाता है. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് വളരെയധികം സന്തോഷിക്കുവാനും ആസ്വദിക്കുവാനും അവൻ ആഗ്രഹിച്ചു. और संसार में धन दौलत है और जीवन सुखी में പോകിനെ के लिए उन्होंने आग्रह रखा है. അവൻ ഈ സ്വർഗരാജ്യത്തെ കുറിച്ചും പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിനെ കുറിച്ചും ബോധവാനല്ലായിരുന്നു. स्वर्गराज्य के बारे में पिता की इच्छा पूरा करने के लिए उनका मन नहीं लगा. അവൻ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടി. आर्थिक के बारे में शरीर की सुख के लिए उन्होंने दौड़ा है. അവൻ പിതാവിന്റെ സന്നിധിയിൽ നിന്നും മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി ഒളിച്ചവൻ അത്രേ. और पिता की वश में से केवल इतना ही नहीं और उनका पिता की ओर से भी उन्होंने चले गई. ആദി മാതാപിതാക്കളും പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി അകന്ന് ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. प्रथम आदम और ईव स्वर्ग राज्य की महिमा त्याग किया और संसार की बात की देखा, इसलिए उन्होंने चले गया गुप्त में रहा. സ്വർഗരാജ്യത്തെ കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ തീരെ താല്പര്യമില്ലാത്തതായ വ്യക്തികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പാപത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരത്രേ. स्वर्ग राज्य के बारे में या स्वर्ग राज्य की मिरास बनने के लिए उन्होंने तैयारी नहीं रखते हैं, वहां से संसार की कामकारियों में जाते हैं. 1 കൊരിന്ത്യർ 2:9 നാം ഇങ്ങനെ വായിക്കുന്നു. पहले कोरिन्थी और दूसरा अध्याय 9वां पद में यही देखते हैं. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. मसीह ने हमारा प्रजाओं के लिए देने के लिए चाहते हैं और कोई किसी की मन में नहीं लगा और कोई किसी की और आग्रह में वो आया भी नहीं है. ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് അത്ര പറയുന്നത്. यहाँ पर यीशु मसीह पर प्रेम रखने वालों के बारे में बताया है. പിതാവായ ദൈവം തന്റെ പുത്രനെ പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ക്രൂശ് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു തന്നു. पिता परमेश्वर ने अपना एकलौत पुत्र मसीह के लिए मानव जातियों को तैयार करने के लिए मसीह को उन्होंने भेजा है. അവന്റെ ശരീരത്തിലെ രക്തം ധാരധാരയായിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒഴുക്കി തന്നു. और वो मसीह की लोहू और एक एक बूंद होकर नीचे गिरने के लिए हमारे पाप को मिटाने के लिए परमेश्वर अपने पुत्र को त्याग किया. അതിലൂടെ പിതാവിന് നമ്മോടുള്ളത് സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. यही कारण में पिता परमेश्वर अपना स्वयं पुत्र को हमारे लिए दिया गया है. പിതാവിൻ്റെതായ ഈ സ്നേഹം ക്രിസ്തുവിന്റെ ത്യാഗത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. पिता परमेश्वर की प्रेम इनका पुत्र मसीह का द्वारा प्रकट किया है. ആ പിതാവിന്റെ സ്നേഹത്തോടുള്ളതായ നമ്മുടെ പ്രതികരണം എന്താണ്? वही परमेश्वर की प्रेम हमारा जिंदगी में उपयोग में या उनका स्वभाव में आता है. അതെ, ആ സ്നേഹത്തോട് നാം പ്രതികരിക്കേണ്ടത് അനുതാപത്തോടും പശ്ചാത്താപത്തോടും ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയും അത്രയും. वो यहोवा परमेश्वर की आज्ञा हम मानते हैं, उनके शब्द सुने, वो ही बताया हुआ काम में जाए,
जीवन पवित्रताई में जाए, वचन मनन करे इत्यादि कार्यों में। ദൈവസ്നേഹത്തോട് പ്രതികരിക്കുന്നതായ വ്യക്തികളെ കുറിച്ച് അത്ര പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന്. और मसीह की प्रेम के बारे में वर्णन देते हैं। परमेश्वर पर मसीह कितना प्रेम किया, ऐसा हम भी मसीह पर प्रेम रखना। അങ്ങനെയുള്ളതായ വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ऐसा ही जो मसीह ने हमारे लिए रखा हुआ जो वरदान, जो अनुग्रह, जो चीज कोई दूसरा किसी की आंख देखा नहीं, उसका मन में हृदय में कुछ बात आया भी नहीं। ഒരു വ്യക്തിക്ക് അത് ഗ്രഹിക്കുവാൻ, തന്റെ കണ്ണുകൾ കൊണ്ട് അത് ഗ്രഹിക്കുവാൻ, കാണുവാൻ കഴിയുന്നില്ല. एक दूसरे और किसी की जो बातें आगे ने नहीं देखी और कान ने नहीं सुनी, ദൈവം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. और जो बातें मनुष्य की चिंता में नहीं चढ़ी, वे ही है जो परमेश्वर ने अपने प्रेम लिखने वाले के लिए तैयारी की है। ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ അവകാശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെയും മനസ്സിൽ ചിന്തിക്കുവാൻ കഴിയാത്ത, ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്തതായ ഒന്നത്രേ. और वैसा ही लिखा है, यहोवा परमेश्वर ने मनुष्यों को देने के लिए आदर अनुग्रह और स्वर्ग की मिरास बनने के लिए क्या कुछ चीज है और किसी को नहीं मालूम पड़ता है। ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതായ ആ അവകാശത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മനുഷ്യന് പരിമിതികളുണ്ട്. परमेश्वर ने मानव जातियों के लिए स्वर्ग राज्य में क्या कुछ कर रखा है, वो मनुष्यों को जो गुप्त बात आगे लाने के लिए सीमा है। എന്നാൽ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ ആ അവകാശത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. और परमेश्वर ने मसीह का द्वारा स्वर्ग राज्य में क्या बात हमारे लिए दिया देने का है, जो बात यीशु मसीह की ओर से प्रकट किया है। നമുക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിന്റെ മഹത്വം അത് എല്ലാ ആളുകൾക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. यीशु को अपनाया है, ग्रहण किया है, जो व्यक्तियों के लिए यहोवा परमेश्वर ने रखा हुआ जो चीज वस्तु औरों को प्राप्त नहीं कर सकते हैं। ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്ക് അതീതമായിട്ടുള്ളതായ വലിയ കാര്യം അത്രേ ചെയ്തിരിക്കുന്നത്. मसीह को प्राप्त किया, ग्रहण किया, वो मसीह ने हमारे लिए स्वर्ग राज्य में क्या कुछ वस्तु रखा है, उसके बारे में हम अज्ञात है, लेकिन परमेश्वर के सामने खुला है। ദൈവത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കഷ്ടങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അത്രയും. परमेश्वर ने मसीह के द्वारा हमारे लिए रखा गया है, जो कष्ट दुख भोगते हैं उसी समय भी अपने लोग आनंद मगन होते हैं। ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗീയമായ അവകാശത്തിന് വേണ്ടിയും ആ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. यहाँ पर पहले कोरिन्थी दूसरा अध्याय 9वां पद में लिखा, जो वचन के आधार पर स्वर्गीय परमेश्वर हमारे लिए जिन बात हमारे लिए स्मरण दिया है। എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. वो एफेसियों की पत्री पहले अध्याय के 13-14 पद में आप ध्यान दें. 14-ാം വാക്യം, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. और हमारे लिए ऐसे मन दिया है, 14वां पद में लिखा, वह उसके मेल मोल लिया
हुआ है। छुटकारे के दिन हमारी मिरास का बयान है कि उसकी महिमा की स्तुति हो। സത്യ സുവിശേഷം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായ വ്യക്തികൾക്ക് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ സീൽ ചെയ്തിരിക്കുകയത്രേ ചെയ്യുന്നത്. और यीशु मसीह को अपनाया है और ग्रहण किया है, स्वर्ग राज्य जाने के लिए तैयारी हुई है। जो मसीह का वचन माना है उसी के लिए स्वर्ग राज्य की मिरास होने के लिए वहां पर दिया गया है। അങ്ങനെയുള്ളതായ വ്യക്തികളെ ദൈവം തന്റെ പരിശുദ്ധാത്മാവൻ സീൽ ചെയ്ത് മാർക്ക് ചെയ്ത് വേർതിരിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. ऐसा बुलाहट मिला हुआ लोगों को जो पवित्र आत्मा की छाप डालकर मसीह के लिए उन्होंने अलग किया है. അവരെ പരിശുദ്ധാത്മാവെന്ന അച്ചാരത്താൽ സീൽ ചെയ്തിരിക്കുന്നതിന്റെ കാരണം അവരെ വീണ്ടെടുപ്പിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നതായ ജനം എന്നാണ്. जो वहां पर पाया जाता है वह उसके मोल लिए हुए वो छुटकारा के लिए हमारी मिरास का बयान है कि उसकी महिमा की स्तुति हो. അപ്പോ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. और भूमि में धरती पर हम है, हम यहाँ की नहीं स्वर्ग राज्य की है, मसीह का है. ये लोग समझने के लिए समझाने के लिए पवित्र आत्मा की छाप लगाया गया है. ഈ സ്വർഗരാജ്യത്തിലേക്ക് മുദ്രയിട്ടിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വെൽ പ്രൊട്ടക്റ്റഡ്, നാം സുരക്ഷിതരാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയത്രേ ചെയ്യുന്നത്. यीशु मसीह का ही है जो परमेश्वर की संतान बनने के लिए अवकाश दी है. इसी कारण में पवित्र आत्मा में हमें छाप लगाया है. ഈ ആത്മീയമായിട്ടുള്ളതായ അവകാശത്തെ കുറിച്ച് നാം ബോധവാന്മാരാകണം. आत्मिक जागृति के बारे में हमारा मन लगाना उचित है. അത് നാം അവകാശമാക്കുന്നത് നിത്യ ജീവൻ അത്രേ. हम निराश बनने के लिए अनंतकाल की जीवन के बारे में അത് ഈ നിത്യ ജീവൻ അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ അവകാശം എങ്ങനെ പ്രാപിക്കാം എന്ന് ചോദിക്കുമ്പോൾ അത് നാം മനസാന്തരപ്പെടുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. यहाँ पर हम पाया जाता है स्वर्ग राज्य की मिरास पाने के लिए हम क्या करना, क्या करे इत्यादि बातों में हम पर पाया जाता है. ദൈവം നമ്മുടെ മുമ്പിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ ആ രക്ഷ എന്നുള്ളത് അത് നാം പ്രാപിക്കണമെങ്കിൽ നാം മാനസാന്തരത്തോടുകൂടിയും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന നമ്മെ തന്നെ താഴ്ത്തുകയത്രേ വേണ്ടത്. यहोवा परमेश्वर ने हमारे लिए दिया उद्धार हमारा है, हमको उद्धार मिलेंगे, इसके बारे में जानकारी पवित्र शास्त्र में से हमको मिल जाता है. പല ആളുകളും തങ്ങളുടെ അവകാശത്തെ നഷ്ടപ്പെടുത്താറുണ്ട്. कई लोग अपना मिरास को त्याग करता है, छोड़ देते हैं. യേശാവ് തന്റെ ജന്മാവകാശത്തെ നഷ്ടപ്പെടുത്തിയത് നമുക്കറിയാം. और कई ने अनुग्रह की बदले श्रापित बन गया, उसके बारे में जानकारी है. എന്നാൽ ഈ ഇതിന്റെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ അവകാശത്തിന്റെ മഹത്വം അത് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വളരെ നിസ്സാരമായിട്ട് നാം കാണുകയില്ല. जो आत्मिक जागृति ऐसा मामूली तरफ नहीं करते हैं, स्वर्ग राज्य की बुलाहट हमारा अवकाश मिरास क्या होता है इसके बारे में जानकारी मिलना हमारा आवश्यकता है. ന്യായപുത്രനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ പിതാവെന്നുള്ളതായ ഭൗതികമായിട്ടുള്ളതായ സമ്പത്ത് അവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തി. और कहीं के बारे में ऐसे मान लेते हैं, सुनते हैं पिता परमेश्वर से उनको मिलते हुए जो मिरास अनुग्रह उन्होंने त्याग की है.
ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടുന്നതായ ആധുനിക ചെറുപ്പക്കാരനോട് നാം ചോദിക്കുകയാണെങ്കിൽ അവൻ പറയും, ഒരു മദ്യക്കുപ്പി ഉയർത്തി കാണിച്ചിട്ട് അവൻ പറയും, ഇതിലാകുന്നു എനിക്ക് സന്തോഷം എന്ന്. और मसीह की महिमा से रहित होने वाला एक व्यक्ति को हम पूछताछ करें तो उन्होंने दारू की कुप्पी ऊंचे उठाकर जिन्होंने कहने लगेंगे इसमें से हम आनंद मगन होते हैं. ഇന്നും അനേകം ചെറുപ്പക്കാർ തങ്ങളുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊല്ലുവാൻ പോലും മടിയില്ലാതെ അവരുടെ സമ്പത്തുകൾ അത് സ്വന്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आज के दिनों में हम देखते हैं जो संपत्ति के लिए उन्होंने माता पिता को खतरनाक करते हैं, सताते हैं, जो उनका जीवन कुशलता में जाने के लिए. അങ്ങനെ അവൻ സ്വന്തമാക്കുന്നതായ പണം സഞ്ചി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിലത്രേ എന്റെ സന്തോഷം എന്ന് അവൻ വിളിച്ചു പറയുന്നു. उन्होंने यही बात कहते हैं, मैं आनंद मगन होते हैं यही धन में. അവൻ മദ്യക്കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിലത്രേ എന്റെ സന്തോഷം എന്ന് അവൻ പറയുന്നു. और पियाकड़ है और दारू की कुप्पी उठाकर कहते हैं मैं आनंद मगन होते हैं इसी दारू में है. എന്നാൽ ഈ മുടിയനായ പുത്രൻ വളരെ നാളുകൾക്ക് ശേഷം അവൻ മടങ്ങി വരുന്നത് പലരും കണ്ടു. और ये बुढ़ापू वाला पुत्र ने सालों की बाद में सब कुछ नाश हो गया, नष्ट हो गया. उन्होंने वापस आते हैं और लोग देखा है. എന്നെ തിരിച്ചറിഞ്ഞതായ ചിലരോട് അവൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർ അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയെന്ന്. और आज के दिनों में ईसाई नाम लिया हुआ जो लोगों को लोग पूछते हैं तुमको क्या कर सकते हैं. അവൻ പറയും, അയ്യോ ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു. उन्होंने कहा ये बुढ़ापू वाला पुत्र बाबू ने वापस आते हैं तब उन्होंने पूछताछ करते, उन्होंने बताता है मैं दुनिया में बहुत सारे काम किया है. പിതാവിന്റെ സമ്പത്ത് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ ധരിച്ചത് തെറ്റായി പോയി എന്ന് അവൻ ഏറ്റു പറയുന്നു. पिता की भल, पिता की संपत्त हाथ में मिलेगा तो मैं कुछ आनंद कर सकते हैं, लेकिन उसमें से भी कुछ फायदा नहीं पाया है. പിതാവിന്റെ പണം സമ്പാദിച്ച് നിറഞ്ഞ കൈയോടുകൂടി പോയവൻ ഇന്ന് ഇതാ വെറും കൈയോടുകൂടി ആ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. और पिता की संपत्त नाश करके और हाथ भरकर धन से गया, अभी खाली हाथ से वापस आया है. ഭൗതികമായിട്ട് നമുക്ക് ഉണ്ടാകുന്നതായ സമ്പത്തുകൾ നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയും. और दुनिया से मिलते हुए संपत्त नष्ट कर सकते हैं. ഈ മുടിയനായ പുത്രന് പിന്നത്തേതിൽ ഒന്നുമില്ലായിരുന്നു. वो बुढ़ापू वाला पुत्र को अंध में हाथ में कुछ नहीं हुई. ഇന്ന് അനേകം യൗവനക്കാരെയും ശത്രുവായിട്ടുള്ളതായ പിശാച് തെറ്റായ പാതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. आज के दिनों में ये बुढ़ापू वाला के पुत्र की न्याय सारे संपत्त नाश कर अंतिम में हाथ में कुछ नहीं पाते हैं. ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിക്കുന്നതിനും അവർക്ക് താല്പര്യമില്ല. आत्मिक जागृति में भी आने के लिए कुछ तात्पर्य नहीं होते हैं. അവരുടെ താല്പര്യങ്ങൾ ജഡീകമായിട്ടുള്ളതായ സംതൃപ്തിക്ക് വേണ്ടി അത്രേ. उन्होंने उनकी आग्रह शारीरिक अभिलाषाओं के लिए है. എന്നാൽ അവർ നാശത്തിന്റെ പാതയിലേക്ക് ആണ് പോയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ വളരെ താമസിച്ചു പോകും. और उनकी यात्रा विनाश की गड्ढे में जाते हैं. अपनाया और समझाने के बाद में उनको मालूम पड़ते हैं हमारा यात्रा नाश के लिए है. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നിരവധി കഷ്ടനഷ്ടങ്ങളിലൂടെ ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. और हम मसीह को अपनाया, ग्रहण किया, मसीह में जीते हैं, जीना है. कई प्रकार की कष्ट मुसीबत भोगना पड़ता है. ഇങ്ങനെയുള്ള വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, അല്പനേരത്തേക്ക് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുന്നു. प्रेरित पत्रोस ने इसके जवाब देता है
कई काम कार्य से थोड़ा सा समय परीक्षा में गिर पड़ता है, लेकिन विजय पाते हुए अंत में आनंद मगन होता है। അനേക പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ അവകാശമത്രേ. और विश्वासी गणों और कई प्रकार की कष्ट शोक से जाएगा जाता तो भी उन्हीं के लिए स्वर्ग राज्य की एक मिरास है, वो प्राप्त करने के लिए कष्ट सहज लेते हैं। അതെ, അഴിഞ്ഞു പോകുന്ന തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. और प्रेरित पत्रोस ने एक बात कहते हैं, जो सड़ते हैं, हटते हैं, नष्ट होते हैं, ये दुनियादारी कामों से भी अधिक स्वर्ग राज्य की मिरास पाने के लिए सोना, आग में ताया हुआ सोना से भी तुम्हारा विश्वास अति बहुमूल्य है। സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത്, അവകാശം എന്ന് പറയുന്നത്, അത് സ്ഥിരമായിട്ടുള്ളത്, എന്നേക്കുമായിട്ടുള്ളത് അത്രേ. स्वर्ग राज्य की मिरास, स्वर्ग राज्य की अनुग्रह सदा सर्वदा रहने वाले चीज है। അതുകൊണ്ട് അല്പനേരത്തേക്കുള്ളതായ നാനാ പരീക്ഷകളിലും ദുഃഖങ്ങളിലും പരിശോധനകളിലും നാം അത് മടുത്തു പോകരുത്, നാം അത് പിന്മാറിപ്പോകരുത്. നാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ പ്രത്യാശയെ ഓർത്ത് അത് നാം മുന്നോട്ട് പോകേണ്ടതാണ്. थोड़ा सा समय के लिए आनंद की समय मिले, जो त्याग कर कर थोड़ा सा समय के कष्ट हम सहजे स्वर्ग राज्य की मिरास पाने के लिए हमको हो सकता है। കഷ്ടതകളില്ലാത്തതായ, വേദനകളില്ലാത്തതായ, മരണമില്ലാത്തതായ, രോഗങ്ങളില്ലാത്തതായ, ശ്രേഷ്ഠമായ ഒരു അതെ നമ്മുടെ കണ്ണുനീരൊക്കെയും തുടയ്ക്കുന്നതായ, പാപമില്ലാത്തതായ ഒരു ലോകത്തിലേക്ക് നാം മാറ്റപ്പെടുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. और यहोवा परमेश्वर ने पुत्र के द्वारा हमारे लिए वायदा बनाया, ये संसार के जीवन में कष्ट, नष्ट, वेदना, संकट की ये हाल छोड़कर स्वर्ग राज्य में सदा सर्वदा जीने के लिए अवकाश देता है। ദൈവമക്കളുടെ ഈ ലോകത്തിലെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും പീഡനങ്ങൾ നിറഞ്ഞതാണെങ്കിലും ഈ മരണത്തിനപ്പുറം അവർ സ്വർഗീയമായിട്ടുള്ള ഭാഗ്യം അനുഭവിക്കുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. प्यारो मित्रों, ये बात सुबह ही वक्त सूचना देता है। आज के दिनों में कितना कष्ट है, वेदना है, और हम सहजेगा तो ये सब हटाकर आनंद मगन के लिए एक स्वर्ग राज्य की समय हमारे लिए निकट है। അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ജീവനുള്ളതായ പ്രത്യാശ ഉള്ളവർ എന്നത്രേ. इसी कारण में बाइबल में पाया जाता है, जीते जाते परमेश्वर की और हम जीने के लिए। നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. जीते जीने का आशा प्राप्त करने के लिए हम यहाँ पर स्वर्ग राज्य की आगमन के लिए तैयारी हो जाता है। ദൈവമക്കൾക്ക് മാത്രമുള്ളതായ ഒരു അതെ പ്രത്യേകത എത്രേ അവർക്കുള്ളത്, ജീവനുള്ളതായ പ്രത്യാശ, ലിവിംഗ് ഹോപ്പ്. मसीह के लोगों के लिए केवल उन्हीं के लिए है जीते जीने का घर। ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആശയുണ്ട്. അവരുടെ ആശയെല്ലാം എന്താ പറയുന്നത്, നശിച്ചു പോകുന്ന ആശയത്തിലെ ഡൈയിങ് ഹോപ്പ്. दुनियादारी लोगों को, संसार में आग लगाया हुआ लोगों को, उनको भी आशा है, स्वर्ग राज्य है, लेकिन वो नाश की राज्य मिलता है। അതുകൊണ്ട് കർത്താവായ ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ പദവി, സ്വർഗീയമായിട്ടുള്ളതായ അവകാശത്തിലേക്ക് പ്രത്യാശയോടുകൂടി ജയാളികളായിട്ട് കടന്നു ചെല്ലുവാനൊക്കെ വേണം ദൈവം നമ്മെ സഹായിക്കട്ടെ. हम स्वर्ग राज्य की मिरास प्राप्त कर कर स्वर्ग राज्य में जाने के लिए भूमि की दृष्टि से भी अधिक स्वर्ग राज्य की वो बारे में हम चिंता करेगा तो हमको वहां पर जाने के लिए हक है।
ഇന്നുള്ളതായ വേദനകളും കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും നോക്കിയിട്ട് നാം നെടുവേർപ്പെടേണ്ട, നാം ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ താൽക്കാലികമത്രേ. ഇതിനപ്പുറം വിലയേറിയതായ ഒരു പദവിയിലേക്ക്, ശ്രേഷ്ഠമായ പദവിയിലേക്ക് വിശുദ്ധന്മാരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരത്രേ നാം ഓരോരുത്തരും. ये वेदना दुख सहजते हैं वो ही हाल में, हमारा बुरा घट मामूली नहीं। यहाँ से हमारे विधा होते हैं स्वर्ग राज्य में हजारों हजारों पवित्र लोगों की स्वर्गदूतों के साथ रहने के निवास स्थान वहां पर ही है। ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവൻ നയിക്കുന്നത് അവന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായ ഏറ്റവും നല്ല ഒരു ജീവിതം എന്ന് ഒരിക്കലും ബൈബിൾ പറയുന്നില്ല. एक विश्वासी के बारे में वचन हम दिया देते हैं 100% दुनिया में आनंद मगन, फिर बाद में स्वर्गराज, ये बाइबल नहीं सिखाता है। ഭാരപ്പെടേണ്ട, സംശയിക്കേണ്ട. നമ്മുടെ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് മരണാനന്തരം ദൈവത്തോടു കൂടെയുള്ളതായ അവസ്ഥയത്രേ. डरना नहीं, भय नहीं भाई, और हमारा अच्छे जिंदगी मृत्यु की बात में स्वर्ग राज्य के बारे में। മോശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫറവോന്റെ കൊട്ടാരത്തിലുള്ളതായ പദവികളും സ്ഥാനമാനങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും താൻ അതിനെയൊക്കെ അത് ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നത് തന്റെ ജനത്തിൻ്റെതായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത്ര അഭികാമ്യം എന്ന് വിചാരിച്ചു. और मूसा के बारे में हम ऐसा चिंता करते हैं, और मूसा ने फिरौन की राजमहल में इतना सुख भोग है, आनंद है, सब कुछ है, लेकिन ये सब कुछ त्याग कर मसीह की कष्ट समझने के लिए उन्होंने चुन लिया है। രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം കാൽവരി ക്രൂശിൽ യേശുവിന് കൊടുക്കേണ്ടി വന്നതായ വില എന്താണെന്ന് നാം മനസ്സിലാക്കണം. हम मान लगे हमारे उद्धार के लिए, हमको स्वर्ग राज्य में ले जाने के लिए यीशु मसीह अपना जिंदगी को त्याग किया है। ഈ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു കാൽവരിയെ ക്രൂശിൽ തന്റെ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു. और हमें स्वर्ग राज्य में ले जाने के लिए कष्ट समझने वालों, यीशु को अपनाए हुए लोगों को स्वर्ग राज्य में ले जाने के लिए यीशु मसीह कष्ट समझा है। ക്രിസ്തു തന്റെ ജീവിതം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുക്കി തന്നതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിച്ചു. यीशु मसीह ने कालवरी पहाड़ पर सूली पर हमारे लिए जीवन दिया, इसी कारण में स्वर्ग राज्य की मिरास बनने के लिए अनुमति दी है। അതുകൊണ്ട് വരുവാനുള്ള ലോകത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പദവിയെ ഓർത്ത് നാം വളരെ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. इसी कारण में आगे आते आगमन के बारे में, स्वर्ग राज्य के बारे में हमको जानकारी होना आवश्यकता है। അതുകൊണ്ട് നാനാവിധമായ പരീക്ഷകളിലൂടെയും കഷ്ടശോധനകളിലൂടെയും കടന്നു പോകുമ്പോൾ നാം ക്ഷമയോടുകൂടിയും ക്രിസ്തുവിനെ പോലെ അതെല്ലാം സഹിക്കുവാൻ ആവശ്യമായിരിക്കുന്നു. इसी कारण में नाना प्रकार की परीक्षा में जाते हुए समय भी हमारा यीशु मसीह की कष्ट हमारा शरीर पर भी उठाना आवश्यकता है। ഒരു ദൈവത്തിന്റെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ്, വളരെ കഠിനമാണ്. आज के दिनों में हम देखते हैं मसीह की जीवन में, हमारा जीवन मेल मिलाप में सहजते हुए जाने का थोड़ा सा कष्ट सहजना पड़ता है। നാം വായിക്കുന്നത് നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്താമെന്ന്. मसीह ही हमें यही कहा है, तेरी बोझ अपना आप उठाते हुए जो बोझ हमारा मसीह के कंधे पर डाले, मसीह हमारा बोझ उठाएंगे। നാടോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. दिनम प्रति हमारा बोझ उठाने वाला एक मसीह हमारे लिए है। പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു വാഗ്ദത്ത ഭൂമിയെ കുറിച്ച് നാം വായിക്കുന്നു. पुराना नियम में हम मनन करते हैं, इस्राएलियों के लिए एक प्रतिज्ञा की भूमि परमेश्वर ने वायदा बनाया था। വാഗ്ദത്ത ഭൂമി അത് ഭൗതികമായിട്ടുള്ളതായ ഒരു അവകാശമായിരുന്നു. वो प्रतिज्ञा की भूमि
आर्थिक तौर पर आज भूमि पर जीने के लिए वो वायदा था। എന്നാൽ കർത്താവ് നമുക്ക് ഇന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആത്മീയമായിട്ടുള്ളതായ ഒരു വാഗ്ദത്തത്തെ കുറിച്ച് എത്രയാണ്. और मसीह ने हमें सिखाया प्रतिज्ञा के साथ आत्मिक तौर की भी उन्नति के बारे में, स्वर्ग राज्य के बारे में यीशु सिखाया है। കനാൻ ദേശം സ്വന്തമാക്കുന്നതിന് വേണ്ടിയും ഇസ്രായേൽ ജനങ്ങൾക്ക് അത് ചെങ്കടൽ കടന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് പ്രതികൂലങ്ങളെ നേരിടേണ്ടി വന്നു. वो प्रतिज्ञा के कनान देश अपनाने के लिए लाल समुद्र पार कर वो मरुस्थल में बहुत सारे कष्ट दुख उठाने के लिए रास्ता हुई थी। അവരുടെ പ്രയാണത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്കുള്ളതായ പ്രയാണത്തിൽ ഒരു തലമുറ തന്നെ ആ മരുഭൂമിയിൽ പിടഞ്ഞ് വീണ് മരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. वो प्रतिज्ञा की कनान देश प्राप्त करने के पहले एक पीढ़ी मरुस्थल में गिर पड़ा है। അതുകൊണ്ട് വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നതിന് ചില കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. प्रतिज्ञा की भूमि प्राप्त करना चाहता है तो बहुत सारे कष्ट दुख भोग कर आगे बढ़ना हमारा कर्तव्य है। ഒരു രാജകൊട്ടാരത്തില് ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. एक राजमहल में एक बेटा पैदा हुई है। ആ കുഞ്ഞ് വളർന്നു വരുന്നു, ഒരു ചെറു ബാലനായി. और उन्होंने आगे बढ़ते रहे और बालक बन गई। ബാലനായിട്ടുള്ളതായ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുമ്പിൽ തനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതായ ആ സമ്പത്ത് എന്ന് പറയുന്നത് അവന് അതിന്റെ മാഹാത്മ്യം അവന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. और बालक होकर आगे जीते हैं तो राजमहल में उनका हक, उनका अधिकार, उनका शक्ति क्या है, उनके बारे में उनको जानकारी है ही नहीं है. രാജാക്കന്മാരെ പോലെ നമ്മുടെ റോയൽ ഫാമിലിയില് വി ആർ ബോൺ ഇൻ ടു എ റോയൽ ഫാമിലി. और मसीह की वचन हमें कहता है हम राजकीय संतान नहीं, लेकिन मसीह के द्वारा हम राजकीय पदवी में आते हैं. നമ്മുടെ അധികാരത്തെ കുറിച്ചോ നമ്മുടെ പദവികളെ കുറിച്ചോ നമ്മുടെ സ്വർഗീയമായ സമ്പത്തിനെ കുറിച്ചോ വേണ്ടത്ര ഗ്രഹിക്കുവാൻ നമ്മിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. और राजा की पदवी, स्वर्ग राज्य की अवकाश मिरास और स्वर्ग राज्य जाने की इसकी जानकारी इतना ही हमें नहीं होता है. വാസ്തവത്തിൽ നാം സ്വായത്തമാക്കുവാൻ പോകുന്നതായ ആ സ്വർഗീയമായിട്ടുള്ള രാജകീയമായ പദവിയെ കുറിച്ച് അല്പമെങ്കിലും നമുക്ക് ബോധ്യമുണ്ടായെങ്കിൽ നാം തുള്ളിച്ചാടുന്നതായ സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കും. स्वर्ग राज्य के बारे में वहां पर क्या आनंद होता है, प्रतिफल क्या होता है, उसके बारे में हमको जानकारी होवे तो आज के दिनों में भूमि में हम घूमते हैं, गाते हैं, चलते हैं. അനവധിയായ കഷ്ടങ്ങളിലൂടെയും ശോധനകളിലൂടെയും വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യേയും ആ സ്വർഗീയ പദവിയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. विविध प्रकार की और परमेश्वर की अनुग्रह प्राप्त करते हुए समय कष्ट और दुख संकट भोग कर जाते हैं. एक प्रकाशन हमारे लिए है स्वर्ग राज्य की मिरास के बारे में. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്പൂതിരി യേശുക്രിസ്തു വിശ്വസിച്ചു. एक बार ये हिंदू धर्म की एक कर्मचारी यीशु मसीह को अपनाया है. എന്നാൽ തനിക്ക് പിന്നത്തേതില് ക്യാൻസർ രോഗം പിടിപെട്ടു. और उनका आगे दिनों में यीशु को ग्रहण करने के बाद में उनको कैंसर बीमार आया है. പലരും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. और लोगों ने उनका विश्वास को पूछताछ की है. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടതകളും ത്യാഗവും വേദന സഹിച്ചു എങ്കിൽ ഇത് എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞു. जो व्यक्ति ने उनका साथ पूछताछ किए वालों को बोलने लगा हमारा यीशु मसीह हमारे लिए इतने कष्ट उठाया तो मैं अभी बीमार हार है, मेरा बीमार कुछ भी नहीं होता है. കഷ്ടങ്ങളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും നടുവിലും നാം പ്രത്യാശ കൈവിടാതെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
हमारा जीवन में जिंदगी में कई प्रकार की बीमार रोग आते हैं, हमारे जीवन कमी खटी होते हैं, दुख भोगते हैं। हम यीशु मसीह की अनुग्रह पकड़ते ही रहा, प्राप्त किया तो उसमें अटल रहना अनिवार्य है। നാം ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളില് അമിതമായ പ്രാധാന്യം എടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. आजकल में वो भूमि पर धरती में कई चीज बातों में हमारा दृष्टि लगाते हैं, उसमें आनंद मगन होते हैं। स्वर्ग राज्य हमारे लिए रेडिमेड है। അതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ആശ്രയിക്കാതെ നിലനിൽപ്പുള്ളതായ സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം. नाश होते हैं, ये दुनियादारी काम के लिए भरोसा न रखे, स्वर्ग राज्य के लिए प्रयत्न करे। സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ അവകാശമായിട്ടുള്ളതായ ആ നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ അത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ അവകാശമെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. तो 5वां पद में लिखा है, वो क्षय होते हैं, जो कुछ नष्ट होते हैं, मूर्छित होते हैं, इत्यादि चीजों में नहीं, स्वर्ग राज्य की अनुग्रह के लिए हम प्राप्त होने के लिए जागते ही रहे। നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും രക്ഷയെ അവകാശമാക്കുവാൻ പത്രോസ് നമ്മോട് ആവശ്യപ്പെടുന്നു. प्रेरित पत्रोस ने हमारे लिए पूछताछ करते हैं, बिना नाश नहीं होते हैं, आनंद जीवन है, वो आनंद जीवन प्राप्त करने के लिए आगे बढ़ना। ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിപ്പീൻ. ये उद्धार के बारे में जानते ही रहे। എന്താ ഇവിടെ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ അതിന് 3 ആസ്പെക്റ്റുകളുണ്ട്. और उद्धार के बारे में 3 बात दिया गया है। നാം നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നു. അതത്ര ഒന്നാമത്തെ രക്ഷ എന്ന് പറയുന്നത്. उद्धार की 3 भाग से एक भाग हमारा पाप अपराधों को क्षमा माफी मांगकर और मसीह को अपनाता ग्रहण किया और मसीह ने हमें अंगीकार किया, यही है प्रथम बात। രണ്ടാമതായിട്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഈ കാലഘട്ടത്തിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ അത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നാം കടക്കുമ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കുന്നു. और दूसरी बात यही है, पाप को क्षमा मांगे, हम पाप में आगे जाता नहीं है, हमारा जिंदगी मसीह की ओर रखते हैं और मसीह ने हमें മുക്തി ദിലാത്താ ഹെ. രക്ഷയുടെ മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് നാം ഈ ലോകത്തിലുള്ളതായ ജീവിതം അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാപത്തിന്റെ സാന്നിധ്യമില്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നു. तीसरी बात यही है, हम पाप अपराध नहीं करते हैं, मसीह में जिंदा जीवित है और मसीह ने हमें मसीह की ओर हमें स्वीकार अंगीकार करता है. ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നാം ക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ സ്ഥിരമായിട്ടുള്ളതായ അവകാശത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ये दुनिया की जिंदगी समाप्त होकर जीवित रहते हैं, मसीह की प्रसन्न के लिए हम योग्य रीति पर काम करें और मृत्यु की बात में स्वर्ग राज्य की मिरास के बारे में भी बताया गया है. तीसरी बात, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ അവകാശം, സ്ഥിരമായ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടിയും നാം വീണ്ടും ജനനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. और स्वर्ग राज्य हमारे लिए है, हम वहां पर जाने के लिए भूमि पर हम करने का विधि करते ही रहो. ആത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ളത് ലിവിംഗ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശയത്രേ. और यीशु को अपनाया हुआ, मन बनाया हुआ व्यक्ति और अनंतकाल की जीवन हमें मिलता है, वही शब्द.
യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നതായ ജനത്തിന് വേണ്ടിയും സ്വർഗത്തിന്റെ ആ കലവറ, അനുഗ്രഹത്തിൻ്റെതായ കലവറ തുറന്നിരിക്കുക എത്ര ചെയ്യുന്നത്. स्वर्ग राज्य की महिमा छोड़कर पृथ्वी पर आया मसीह, जो मसीह पर विश्वास करने वालों को उनका पाप अपराधों को ढांपकर स्वर्ग राज्य में गए हुए मसीह पाप से बच गया लोगों को अंगीकार स्वीकार करने के लिए वहां पर तैयारी है. ദൈവത്തിന്റെ നിത്യ മഹത്വത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. मसीह ने हमारे लिए वायदा बनाया, वो आनंद काल के राज्य में हम पहुंच जाते हैं. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ താൻ ഈ ലോകത്തിൽ പ്രസ്താവിച്ചതായ സുവിശേഷം അത് സത്യമാണ് എന്ന് തെളിയിക്കുക എത്രേ ചെയ്യുന്നത്. हम स्वर्ग राज्य में पहुंच जाएगा, तब वहां पर स्वर्गीय दूतों के बीच में जो मसीह पृथ्वी पर गया, जो काम कार्य किया, उसका फल है मैं और आप स्वर्ग राज्य में पहुंचने के समय. തന്റെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം, പാപികളുടെ രക്ഷയുടെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം യേശു വീണ്ടും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. അവിടെ നാമും അവനോടൊപ്പം മടങ്ങിപ്പോകാൻ പോവുക എത്ര ചെയ്യുന്നത്. और यीशु मसीह ने पृथ्वी पर आया, यहोवा परमेश्वर ने कहा हुआ वायदा वो बात पूरा किया. कष्ट से मारा गया, गाड़ा गया, जीव उठा, स्वर्ग राज्य में पहुंच गया. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെതായ മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പത്രേ. ईसाई क्रिश्चियन और मसीह के लोगों का घर बांधने की कोने की पत्थर है यीशु मसीह. പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു എന്നാണ്. प्रेरित पौलुस ने यही बात दी, यीशु मसीह जिंदा है, इसी कारण में मैं भी जिंदा है. യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ യേശു മരണത്തെയും തനിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. और यीशु मसीह पृथ्वी पर आया, इस तरह कष्ट सहजा और अपराधों को नाश विनाश की राज्य में से और मृत्यु में जय पाकर स्वर्ग राज्य में पहुंच गया. इसी कारण में जो शब्द आज सुबह ही वक्त हमको भी बुलाहट दी है. അതുകൊണ്ട് ക്രിസ്തു നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ആ നിത്യ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. और ये संसार की सारे काम कार्य त्याग करके छोड़कर स्वर्ग राज्य में परमेश्वर ने वायदा बनाया, जो बात यीशु मसीह के द्वारा पूर्णता में संपूर्णता में आकर स्वर्ग राज्य में गया, तो हमको भी बुलाता है वहां पर आने के लिए. നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ അല്ലെങ്കിൽ എൻഡ് ആയിട്ടുള്ളതായ ആത്മരക്ഷ പ്രാപിച്ച് പറഞ്ഞു തീരാത്ത മഹിമയുള്ളതായ സന്തോഷത്തോടെ ആനന്ദിക്കാം. और सौंपा हुआ विश्वास, वो विश्वास में दृढ़ताई में रहकर और आनंद काल की अंतिम जीवन के लिए प्रभु ने हमको बुलाहट दी, वो बुलाहट के आधार पर जाए और स्वर्ग राज्य की मिलास बन जाए. സ്വർഗരാജ്യത്തെ നാം ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിൽ മുഖം അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അത് ക്ഷണികമായിട്ടുള്ളതായ അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകുന്നതായ ഈ ലോകത്തിൽ നിന്നും സ്ഥിരതയുള്ളതായ ലോകത്തിലേക്ക് വേണ്ടി നമുക്ക് ഈ പ്രയാണത്തിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ये हमारा दृष्टि, हमारा मन, हमारा आग्रह जो स्वर्ग राज्य में मसीह गया वहां पर जाने के लिए दृष्टि लगाए, ये वचनों के द्वारा प्रभु हमें जरूर अनुग्रह दिया देंगे. ഒരു നാൾ നമുക്ക് എല്ലാവർക്കും മുഖാമുഖമായിട്ട് കർത്താവിന്റെ തേജസ്സുള്ള മുഖം കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകളെ ചുരുക്കുന്നു. एक दिन में मसीह ने हमें पुनरुत्थान देंगे, स्वर्ग राज्य में हम वापस मिले एक ही स्वरूप में
वहां पर हमको आपस में मिलने के लिए, आनंद करने के लिए अवसर प्रभु दिया देंगे। ये वचनों के द्वारा प्रभु परमेश्वर हमको आदर अनुग्रह दिया देंगे।